അറിയിപ്പിലെ രശ്മി ആ കഥാപാത്രം ആ സിനിമയുടെ ഒരു നട്ടല്ലാണ്. അത് വാസ്തവത്തിൽ ഒരു ചാലഞ്ചിങ് റോളാണ്. അതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടിരുന്നു? അതെ, കേട്ടിരുന്നു. എൻ്റെ അടുത്ത് സ്റ്റോറി ഒരു സിനോപ്സിസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് സംഭവിച്ച കഥയാണ്. അതെ, സംഭവിച്ച അനുഭവമാണ്. അതെ. അപ്പം അതിന് പിന്നീടാണ് ഗ്ലോസ് ഫാക്ടറിയിലോട്ടും ഡൽഹിയിലോട്ടും പ്ലോട്ട് മൊത്തത്തിൽ മാറ്റിയത്. അപ്പോൾ അത് ഫുള്ള് സ്റ്റോറി നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് കഥാപാത്രത്തിനുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതായത് ഒരു പോൺ വീഡിയോ പ്രചരിക്കുന്നതാണ് ഈ സംഭവത്തിന്റെ ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. അത്ര ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തായിരിക്കും റെസ്പോൺസ് എന്ന് ചിന്തിച്ചിരുന്നു? അങ്ങനെ വല്ലതും ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്രയും മാക്സിമം സിൻസിയർ ആയിട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഈ ചിത്രീകരണത്തിന് മുമ്പ് തയ്യാറെടുപ്പുകൾ വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. എങ്ങനെ? ഞാൻ ഗ്ലോസ് ഫാക്ടറിയിൽ പോയിട്ട് അവരുടെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ, കാരണം അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അത് ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് അത്. അല്ലാതെ രശ്മി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു വേറൊരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാം നടക്കുന്നതാണെങ്കിലും കരയുന്നതാണെങ്കിലും ചെറിയ കാര്യങ്ങളെല്ലാം വേറെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ചെയ്തതാണ്. കാരണം ചില റോള് എനിക്കൊരു ആക്ഷൻ പറയുമ്പം എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പേടിയാണ് അത് അങ്ങനെ ചെയ്യാൻ. ഇതിനിടയ്ക്ക് അഭിനയിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അതെ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതൊരു വേറൊരു തരം, അതിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ഇല്ല, ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ആ സിറ്റുവേഷനിൽ നിൽക്കുവാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു ചെറിയ പ്രിപ്പറേഷന്റെയും കൂടെ റിസൾട്ടായിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ എന്റെ കാര്യത്തിൽ. അതെ, ഉറപ്പായിട്ട്. അല്ലാണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ചിലതിനത് അത്യാവശ്യമാണ്. കാരണം ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം നമ്മൾ പല രീതിയിൽ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ വിചാരിച്ച് വെച്ചിട്ട് അത് സംഭവിപ്പിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഥാപാത്രം ഉള്ളിലേക്ക് കയറി വരാറുണ്ടോ? ഉള്ളിലോട്ട് മാക്സിമം എടുത്തിട്ട് തന്നെയാ ചെയ്യുന്നത്. അത് ഷൂട്ടിംഗ് കഴിയുമ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോരുമോ അതോ കൊണ്ടുവരാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 30 days ഒരു ക്യാരക്ടറിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഈ പറയുന്ന ക്യാരക്ടറുകളൊക്കെ ചെയ്യുമ്പോൾ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ ഒക്കെ പോയാൽ മതി. ഇതൊരു 30 days അവിടെ നിന്ന് ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചയോളമൊക്കെ എന്നെ അത് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ശരിക്കും രശ്മി എന്നുള്ള ഒരു കഥാപാത്രം അവര് നേരിട്ട ഒരു അപമാനത്തിന്റെ, അന്നേരം അത് അവരുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമേൽപ്പിച്ചു. അതിന് പരിഹാരം വേണം എന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രമാണ്. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ രശ്മിമാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പോകേണ്ടി വരുന്ന രശ്മിമാരാണ് നമ്മുടെ ചുറ്റും കൂടുതലുള്ളത്. അതിനെ എങ്ങനെയാണ് ദിവ്യപ്രഭ നോക്കി കാണുന്നത്? പലതരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ചെയ്തു പോകുന്നത്. അത് നമുക്ക് ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് വേറെയാണ്. ഇപ്പം രശ്മിനെയും എന്നെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ അങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ രശ്മിക്ക് ഉണ്ടാവുന്ന അത്രയും ഇൻറ്റൻസിലൊന്നും ചിലപ്പോൾ ഞാൻ അതിനെടുക്കില്ല.